ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ച്? നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മീൻകാരൻ വാങ്ങിക്കൊണ്ട് വന്നതാ. അങ്ങനെ ആ പുള്ളിയിൽ നിന്ന് മേടിച്ചെടുത്താ? വാങ്ങി. അത് 200 രൂപ. 200 രൂപ. 200 രൂപ. പിന്നെ വീട്ടിലെ ടേബിളും 2 കസേര എടുത്തിട്ട് നിങ്ങൾ കട തട്ടിക്കൂട്ടി. മീനുണ്ട്, മീൻ ഉൾപ്പെടെ. ഒരു 3 മണി ടൈമിലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. 2:30-3 മണി ടൈമിൽ കച്ചവടം കുറവാണെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്യുമല്ലേ കുറച്ചുകൂടി. അങ്ങനെ 2 അമ്മമാര് 80 രൂപയ്ക്ക് ഊണ് കൊടുക്കാനായിട്ട്. കഷ്ണമുള്ള മീനാണ്. അതൊക്കെ കേട്ടോ കേട്ടേക്കാണ്. ചോദിക്കട്ടോ, കപ്പയും മീനും ഉൾപ്പെടെ എങ്ങനെ 80 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന? ആദ്യം തൊട്ട് എങ്ങനെ തന്നെ? ആദ്യം മുതലേ അങ്ങനെ തന്നെ 80 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത്. മീൻകറി കഷ്ണമുണ്ട് അതിനകത്ത്. കഷ്ണമുണ്ട്. അത് നമുക്ക് തുറന്ന് കാണിക്കാം പിന്നീട്. തുറന്ന് കാണിച്ചാൽ മതിയാ? തുറന്ന് കാണിക്കുവാണെങ്കിൽ നമുക്ക് തുറന്ന് ഒരു ഊണിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് കാണിക്കാമല്ലോ. ഇത്രയും കപ്പ ഉണ്ടാവും. തോരൻ, അച്ചാറ്, അവിയല്, ഒരു ചമ്മന്തി ഉണ്ടാവും. പ്രത്യേകിച്ച് സാമ്പാർ ഉണ്ടാവും. മീൻകറി. കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. കഷ്ണമുള്ള ചൂരമീനാണ്. ഓരോ ദിവസം ഓരോ മീൻ മാറി മാറി വരും. നല്ല കഷ്ണ മീനാണ്. ചെറിയ കറിക്ക് ഒരു കഷ്ണമായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. പൊടിഞ്ഞു പോകും. മിക്കവാറും തുണ്ടൻ ചൂരയായിരിക്കും. ആളുടെ പേരെന്താണ്? എന്റെ പേര് അജിത. ഇവിടെയോ? ശ്രീകല. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാ? രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇത് എത്ര നാളെ തുടങ്ങിയിട്ട്? 1 മാസമാവും. എങ്ങനെ ഇതിലോട്ട് വന്ന ഒരു ആശയം സ്വന്തമായിട്ട് ഒരു സംരംഭമായിട്ട് തുടങ്ങാൻ? ഫുഡ് കഴിക്കുമ്പോഴേ കഴിക്കാൻ കൊള്ളൂല. നമ്മൾ കളയാണ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിലുണ്ടാക്കണം. നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാക്കി പുറത്ത് കഴിക്കാൻ കൊടുക്കാറുണ്ടെങ്കിൽ. വീട് ഇവിടെ അടുത്ത് തന്നെ? ഇതിന്റെ ബാക്കിൽ തന്നെ. ഈ ഒരു സ്ഥലം കറക്റ്റ് പറഞ്ഞ എവിടെയായിട്ടാണ് ഈ സ്ഥലം? എവിടെ നിന്ന് എങ്ങോട്ട് വരുമ്പോ? പേയാട് നിന്ന് വിളപ്പിൽശാല പോകുന്ന വഴിക്ക് തൊട്ടടുത്ത്. സ്ഥലത്തിന്റെ പേര് സ്കൈലാൻഡ്. അറിയാവുന്നവരോ? അവരുടെ ബിൽഡിംഗ് ഇവിടെ ഉണ്ട്, ബേക്കിലുണ്ട്. അപ്പോൾ ഒരു 80 രൂപയുടെ ഊണില് കപ്പയും മീൻകറിയും ഉൾപ്പെടെ ബാക്കി എല്ലാ ഐറ്റംസും ചേർത്താണ് കൊടുക്കുന്നത്. മീൻ ഉൾപ്പെടെ. പിന്നെ സ്പെഷ്യൽ ഉണ്ട് കേട്ടാ. മീൻ ഫ്രൈ ഉണ്ട്. ഇങ്ങനെ ഫ്രൈ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലേ? 40 രൂപയ്ക്ക് അഡീഷണൽ മീൻ ഫ്രൈയും ഉണ്ട്. ചോദിക്കുന്നവർക്ക് അതും കൊടുക്കും. അത് കൊള്ളാം. രണ്ടുപേരും ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്ന? ഇപ്പൊ എങ്ങനെ കച്ചവടം ഉണ്ടോ? കുഴപ്പമില്ലാതെ പിടിച്ചു. ഇനി വേറെ ബിരിയാണി എന്തെങ്കിലുമൊക്കെ പിന്നീട് തയ്യാറാക്കാൻ പ്ലാൻ ഉണ്ടോ? ചോദിക്കുന്നുണ്ട്. എത്ര ഊണ് കൊണ്ടുവരും രാവിലെ? 25. പക്ഷെ ഒരു ദിവസം ലേറ്റ് ആയിട്ട് വൈകിട്ട് ഒരു 3 മണി ടൈമിലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. 2:30-3 മണി ടൈമിൽ കച്ചവടം കുറവാണെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്യുമല്ലേ കുറച്ചുകൂടി. മീനൊക്കെ എവിടെ നിന്ന് മേടിക്കുന്ന? പാളയത്ത് പോയി രാവിലെ മേടിച്ചോണ്ട് വരും. തലേദിവസം വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് രാവിലത്തേക്ക് റെഡിയാകും. 5 മണിക്ക് ഇതിന്റെ പരിപാടി തുടങ്ങും. ഇത് അതേപോലെ പൊതിഞ്ഞ് അല്ലെങ്കിൽ ചീത്ത. അതിന് മഴയും കൂടെ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അങ്ങനെ 2 അമ്മമാര് 80 രൂപയ്ക്ക് ഊണ് കൊടുക്കാനായിട്ട്. ഫാമിലിയൊക്കെ വീട്ടില്? ഹസ്ബൻഡ് 2 ആൺകുട്ടികൾ. പഠിക്കുവാണോ? ഇല്ല, അവര് ജോലിക്ക് പോകുന്നുണ്ട്. ഇവിടെയോ? ഒരു മോനും ഒരു മോളും ഹസ്ബൻഡ്. ഇത് നിങ്ങളുടേതായ ഒരു ജീവിത മാർഗമായിട്ട് നിങ്ങളുടെ രണ്ടുപേരും കൂടെ. ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ച്? നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മീൻകാരൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ ആ പുള്ളിയിൽ നിന്ന് മേടിച്ചെടുത്താ? വാങ്ങി. 1200 രൂപ. ഈ കൊടക്ക് 1200 രൂപ ആവുമല്ലേ? നമ്മൾ പോയി വാച്ചാവൂലായിരിക്കും. സമയത്തിന് ഭയങ്കര വെയില്. അറിഞ്ഞൂടാ. ഈ ഫ്ലെക്സ് അപ്പ സ്വന്തമായിട്ട് ഡിസൈൻ പറഞ്ഞ് അടിപ്പിച്ച് 200 രൂപ. 200 രൂപ. പിന്നെ വീട്ടിലെ ടേബിളും 2 കസേര എടുത്തിട്ട് നിങ്ങൾ കട തട്ടിക്കൂട്ടി. ടേബിൾ അടിച്ചു തന്നു തൽക്കാലത്തേക്ക്. ഇത് ആരാണ് ആദ്യം ഈ ആശയം പറയണം നമുക്കൊരു ഊണ് കച്ചവടം തുടങ്ങിയാലോ? രണ്ടുപേരും ചുമ്മാ വെറുതെ ഇരിക്കുന്ന വീട്ടിലെ ജോലി കഴിഞ്ഞാൽ പിന്നെ ഉറക്കവും നമ്മൾ വെറുതെ ഇരിക്കും. നമ്മൾ വിചാരിച്ച് നമുക്ക് സ്വന്തമായിട്ട് ഒരു സംരംഭം ഭാവിയിലപ്പോ ഇനി വരുമ്പോ ബിരിയാണിയെ കഴിക്കാൻ പറ്റും. നമ്മളിത് ഒഴിവുമ്പോ ഇറങ്ങാം. ഇതിന്നൊരു കടയായിട്ടൊക്കെ തുടങ്ങാൻ ചിലപ്പോൾ പറ്റിയാലോ?
അങ്ങനെ ഒരു ഇത് അല്ലേ? ഭക്ഷണം കൊടുത്ത് ഭക്ഷണം ചെലവാകുന്നുണ്ട്. നല്ല അഭിപ്രായം വരുവാണെങ്കിൽ ഒരുപാട് പോണമെന്നല്ല, കുറച്ചായാലും നമ്മളെ കൊണ്ട് പറ്റണത് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് വീട്ടിൽ കഴിക്കുമ്പോൾ കഴിക്കണം. ഭക്ഷണം നന്നാക്കി കൊടുക്കുക. വേറെ മറ്റ് ഹോട്ടലിലൊക്കെ ചേർക്കുന്ന പോലെ കളറോ അങ്ങനെയൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഏത് രീതിയാണോ അത് നമ്മൾ കഴിക്കാൻ. കാന്താരി മുളക്, വീട്ടിലെ കാന്താരി മുളകൊക്കെ ചേർത്താണ്. കാന്താരി മുളകാണ് രാവിലെ പോയി പറിക്കും. വീട്ടിലെ ചമ്മന്തി അരയ്ക്കുന്ന പോലെ അരച്ച്. എന്തായാലും കൊള്ളാം. കപ്പയും മീനും ഉൾപ്പെടെ, മീൻകറി ഉൾപ്പെടെ 80 രൂപയ്ക്ക്. അത് കപ്പ അധികമായിട്ടുണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം കഴിക്കാൻ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. കുറച്ചൊക്കെ കിട്ടുന്നിടത്തുനിന്ന് പോയി ഒരാഴ്ചത്തേക്കൊക്കെ തപ്പി വാങ്ങിക്കൊണ്ട് വരണതാണ്. അന്തീർകോണം, മലയും കീഴ് അവിടെ നിന്നൊക്കെ തിരുവല്ല കുറച്ചൊക്കെ കിട്ടും. അങ്ങനെ വാങ്ങിക്കും. എന്തായാലും കൊള്ളാം, നല്ല സംരംഭം. നിങ്ങൾ എന്തായാലും 1 മാസമല്ലേ ആയുള്ളൂ. ഇനി മുന്നോട്ട് പോട്ടെ. പിന്നീട് ബിരിയാണിയൊക്കെ ഇവിടെ ചെറിയ രീതിയിൽ തുടങ്ങിയാലും കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയാലും കച്ചവടം ഉള്ള കണക്ക് കടയിലോട്ടൊക്കെ മാറാൻ പറ്റട്ടെ. സ്പെഷ്യൽ വേണോ? ഗൂഗിൾ പേ ഒക്കെ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ടോ? ഫോണിൽ അയച്ച് മേടിക്കാം. അത്യാവശ്യം കാശ് കയ്യിലെടുക്കാനില്ലെങ്കിൽ ഗൂഗിൾ പേ പേയ്മെന്റ് ചെയ്യാം. ഏകദേശം എത്ര മണിയൊക്കെ ആകുമ്പോൾ ഇത് കച്ചവടം കണക്കാണല്ലേ? എന്നാലും 3 മണിക്ക് ശേഷം നമ്മൾ ഇരിക്കണം. നാണക്കേട് അപ്പോഴേ ചായ കുടിക്കുന്ന സമയമാവൂലേ? 3 മണി മാക്സിമം. 3 മണി വരെയൊക്കെ. രാവിലെ എത്ര മണിക്ക് ഇവിടെ എത്തും? 11:30, 12 ആ ടൈം. ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവും. അപ്പം നമ്മൾ പോവുകയാണ്. ഈ വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ യൂട്യൂബിൽ ഇടും. കുഞ്ഞു കുഞ്ഞു കടകളും സാധാരണക്കാർ നടത്തുന്ന കടകളും അങ്ങനെ എല്ലാം കൂടി. ഓക്കെ, ശരി.